തൊട്ടപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കഥ എന്നുള്ള പോലെയല്ല ഞങ്ങൾ സിനിമയെ കാണുന്നത്. ഞങ്ങൾ കുറച്ചും കൂടെ സിനിമയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ജീവിതം മടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ രസമുണ്ട്. നിങ്ങളിത് എങ്ങനെയാണ് സിനിമയാക്കാൻ പോകുന്നത് എന്നാണ് ചോദിച്ചത്. എനിക്ക് ഇവരെ കുറച്ച് ആൾക്കാരെ ഞാൻ എൻ്റെ സിനിമയിൽ കൂടി ആണല്ലോ ഇവരെ ആദ്യമായിട്ട് കാണുന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം ഇവർ കുറച്ച് കാലം ഇവിടെ ഉണ്ടാവേണ്ട ആർട്ടിസ്റ്റുകളാണ്. അയ്യോ, അത് രാജേഷിന്റെ കയ്യിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തായിരുന്നു. അങ്ങനെ ദിൽപോത്തൻ എന്താണ് ചെയ്യുന്നത്, ദിൽപോത്തൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോക്കിയിരുന്നിട്ട് ഉണ്ട്. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. കാര്യം അതുപോലെ ഡീൽ ചെയ്യുന്ന ഒരു ഡയറക്ടറെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ടോവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി നല്ല ഹ്യൂമൻ ബീയിങ് ആണ് പുള്ളി എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് കഥ പറയാൻ. നമുക്ക് മെസ്സേജ് അയക്കും അടുത്ത്. അപ്പോൾ നമ്മുടെ കഥ എന്തായെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ബേസിലും അങ്ങനെ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഞാനൊരു 2 ഡയലോഗ് എൻ്റെ സിനിമക്ക് വേണ്ടി പറയും. അതെങ്ങനെയാ പടത്തില് അവിടെ പോയി അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ പോകുന്നു, നമ്മുടെ പോർഷൻ മാത്രം ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോ ചിലർ 2 വീലർ ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. ഇപ്പൊ മൊത്തം പറയാൻ പറ്റില്ല, നമുക്കറിയാം. ഞാൻ ഞെട്ടി പോയപ്പോൾ അവര് മറ്റേ അത് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ട് പറയാം. തമിഴ് അവരും കാമില്ല. Super Hits Red FM. Kilku, kilku, keetu unde irekku.